നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആസിയാൻ കരാറിനെതിരെ ജനലക്ഷങ്ങളെ അണിനിരത്തി CPM മനുഷ്യച്ചങ്ങല. പേരാവൂർ നെടുമ്പൊയിലിൽ ലോറിക്കും വൈദ്യുതി തൂണിനും ഇടയിൽപ്പെട്ട് ലോറി ക്ലീനർ മരിച്ചു. മരിച്ചത് മലപ്പുറം വണ്ടൂർ സ്വദേശി നീലകണ്ഠൻ. ഗാന്ധിജിയുടെ ഓർമ്മകളിൽ രാജ്യം, നാടെങ്ങും വിവിധ പരിപാടികൾ. വാർത്തകൾ വിശദമായി. ആസിയാൻ കരാറിനെതിരെ CPM സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയിൽ ജില്ലയിൽ 10,000 പങ്കാളികളായി. കാലിക്കടവ് മുതൽ പൂഴ്ത്തല വരെയുള്ള 90 കിലോമീറ്റർ ദൂരം മനുഷ്യച്ചങ്ങല മനുഷ്യമതിലായി മാറി. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ എന്നിവർ ജില്ലയിൽ ചങ്ങലയിൽ അണിചേർന്നു. ആസിയാൻ കരാർ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യമുയർത്തി CPM നടത്തിയ മനുഷ്യച്ചങ്ങല ജില്ലയിൽ ദേശീയപാതയിൽ ഫലത്തിൽ മനുഷ്യമതിലായി മാറി. കാലിക്കടവ് മുതൽ പൂഴിത്തല വരെയുള്ള 90 കിലോമീറ്റർ ദൂരത്ത് 17 ഏരിയകളിൽ നിന്നായി പ്രവർത്തകർ ചങ്ങല തീർത്തു. ഉച്ചയോടുകൂടി നാടിന്റെ വിവിധ മേഖലകളിൽ നിന്നായി പ്രവർത്തകർ വാഹനങ്ങളിൽ ദേശീയപാതയിലേക്ക് ഒഴുകി. 3:30 മനുഷ്യച്ചങ്ങലയുടെ പരിപാടികൾ ആരംഭിച്ചു. സാമ്പത്തിക പരമാധികാരം സാമ്രാജ്യത്വത്തിന്റെ അതിന് നിൽക്കുമെന്ന് അധികാരികളുടെ വഞ്ചനകളിൽ നിന്നും സംരക്ഷിക്കുമെന്ന് ഈ ഗാന്ധി ജയന്തി നാൾ. തുടർന്ന് സമരത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ടുള്ള നേതാക്കളുടെ പ്രസംഗം. ചങ്ങലയിൽ അണിചേർന്ന മുഴുവൻ ആളുകൾക്കും പ്രസംഗം കേൾക്കാനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു. 4 മണിക്ക് ചങ്ങലയുടെ റിഹേഴ്സൽ നടന്നു. തുടർന്ന് 4:45 വരെ പ്രസംഗം. 4:45 ജനസഹസ്രങ്ങൾ കൈകൾ ചേർത്ത് ചങ്ങല തീർത്തു. പലയിടത്തും ഒന്നിലധികം വരികളായാണ് പ്രവർത്തകർ അണിനിരന്നത്. 5 മണിക്ക് സമരപ്രതിജ്ഞ നടന്നു. 5:15 മുദ്രാവാക്യം വിളിയോടെ പരിപാടി സമാപിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, MV ഗോവിന്ദൻ എന്നിവർ കണ്ണൂർ AKG സ്ക്വയറിൽ ചങ്ങലയിൽ കണിചേർന്നു. നെടുമ്പൊയിലിൽ ലോറിക്കും വൈദ്യുതി തൂണിനും ഇടയിൽപ്പെട്ട് ലോറി ക്ലീനർ മരിച്ചു. മലപ്പുറം വണ്ടൂർ സ്വദേശി നീലകണ്ഠനാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നെടുമ്പോയിൽ മാനന്തവാടി റൂട്ടിൽ നെടുമ്പോയിൽ ടൌണിന് സമീപം ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. കർണാടകത്തിൽ നിന്ന് വൈക്കോൽ കയറ്റി വന്ന ലോറി പിന്നിലേക്കെടുക്കുമ്പോൾ ലോറിയുടെ പിൻഭാഗത്ത് നിൽക്കുകയായിരുന്ന ക്ലീനർ വൈദ്യുതി തൂണിനും ലോറിക്കുമിടയിൽപ്പെടുകയായിരുന്നു. മലപ്പുറം വണ്ടൂർ സ്വദേശി നീലകണ്ഠനാണ് മരിച്ചത്. മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അടയ്ക്കാത്തോട് ശാന്തിഗിരിയിൽ നിന്നും മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുക്കുവാൻ പോയ CPM പ്രവർത്തകർ സഞ്ചരിച്ച ജീപ്പ് 3 പെരിയിൽ സ്വകാര്യ ബസുമായി കൂട്ടിയിടിച്ച് ജീപ്പ് യാത്രക്കാരായ 5 പേർക്ക് പരിക്കേറ്റു. അടയ്ക്കാത്തോട് സ്വദേശികളായ വിലാസിനി മാക്കൂട്ടത്തിൽ, അപ്പച്ചൻ മുത്തനാട്ട്, മറുകുളം ലീല, വെട്ടത്ത് ജോർജ്, ഇമ്പിക്കാട്ട് സണ്ണി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കണ്ണൂർ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആറള ഫാമിൽ നിന്ന് മുളകയറ്റി വന്ന ലോറി കല്ലുമുതിരക്കുന്നിൽ വൈദ്യുതി കമ്പിയിൽ കുടുങ്ങിയതിനെ തുടർന്ന് ഏറെ നേരം നെടുമ്പൊയിലിൽ പേരാവൂർ റൂട്ടിൽ ഗതാഗതം സ്തംഭിച്ചു. പേരാവൂർ മേഖലയിൽ 1.5 മണിക്കൂറോളം വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. ആറളം ഫാമിൽ നിന്ന് മുള കയറ്റി വന്ന ലോറിയാണ് ഇന്നലെ രാത്രി 8:15 കല്ലുമുതിരക്കുന്നിൽ വൈദ്യുതി കമ്പിയിൽ കുടുങ്ങിയത്. അനുവദിച്ചതിൽ കൂടുതൽ ഉയരത്തിൽ മുള കയറ്റിയതാണ് പ്രശ്നമായത്. ലോറി കുടുങ്ങിയതിനെ തുടർന്ന് പേരാവൂർ നെടുമ്പോയിൽ റോഡിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. പേരാവൂർ മേഖലയിൽ 1.5 മണിക്കൂറോളം വൈദ്യുതി തടസ്സവുമുണ്ടായി. ലോറിയിൽ നിന്ന് മുള ഇറക്കിയതിനു ശേഷമാണ് തടസ്സം നീങ്ങിയത്. അമിതഭാരം കയറ്റിയതിനും ഗതാഗത തടസ്സമുണ്ടാക്കിയതിനും ലോറി ഡ്രൈവർ PS മുസ്തഫയ്ക്കെതിരെ കേസെടുത്തതായി പേരാവൂർ SI KV പ്രമോദൻ പറഞ്ഞു. ആറളം ഫാമിൽ നിന്ന് ഇതിനു മുമ്പും അമിതമായി മുള കയറ്റി വന്ന ലോറികൾ വൈദ്യുതി കമ്പികൾക്കും കേബിൾ ലൈനുകൾക്കും വലിയ നാശനഷ്ടം വരുത്തിയിരുന്നു. അമിതമായി ഭാരം കയറ്റി വന്ന ലോറികളെ നിയന്ത്രിക്കാൻ അധികൃതർ നടപടികൾ സ്വീകരിക്കാത്തതാണ് ഇതിന് കാരണമെന്ന് ആക്ഷേപമുണ്ട്. ആറള ഫാം 11ാം ബ്ലോക്കിൽ വീടിനുള്ളിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി. ഓമൻമുക്കിൽ കോടങ്ങാട്ട് ബിനുവിന്റെ വീട്ടിൽ നിന്നാണ് നാഗരാജനെ പിടികൂടിയത്. വെള്ളിയാഴ്ച രാവിലെ വീടിന്റെ വരാന്തയിലാണ് രാജവെമ്പാലയെ കണ്ടെത്തുന്നത്. വീട്ടുകാരെ കണ്ടതോടെ പാമ്പ് വീടിന്റെ ഉത്തരത്തിലേക്ക് കയറി. ഇതോടെ വീട്ടുകാരും പരിസരവാസികളും കാത്തിരിപ്പ് ആരംഭിച്ചു. ഉച്ചയ്ക്ക് 2 മണിയോടെ പാപ്പനശ്ശേരി പാമ്പ് വളർത്ത കേന്ദ്രത്തിലെ ഡെമോൺസ്ട്രേറ്റർ സുനിൽ സുരേന്ദ്രൻ എത്തി. നിമിഷങ്ങൾക്കകം പാമ്പ് ചാക്കിലായി.
മാറിക്കോ തങ്ങളല്ലേ പറഞ്ഞു മാറിക്കൽ ഇതോടെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ആശങ്കകളുമാകുന്നു. പിന്നീട് നാഗരാജനെ കണവം വനത്തിലേക്ക് വിട്ടു. ആറളം ഫോറസ്റ്റർ വിശ്വനാഥൻ, ആറളം ASI സോമൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ഈ ഫീൽഡ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5-8 വർഷമായി. ഇപ്പോൾ ഫോറസ്റ്റിന്റെ ഇതുപോലെ കിങ് കോബ്ര ഉണ്ടെങ്കിൽ പിടിക്കാൻ വരും. പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലെ മുന്നേ മോൺസ്റ്റർ ആണ്. ഇപ്പം ഡ്രൈവറാണ്. ഇതിനെ കൊണ്ട് വന്ന പിടിക്കാവുന്ന. ഇത് വിഷം ചീറ്റത് സാധനം ഇല്ല വെറുതെ പറഞ്ഞല്ലേ. നെടുമ്പുറഞ്ചാൽ പിതൃവേദിയുടെ നേതൃത്വത്തിൽ നെടുമ്പയിൽ മുതൽ പൂളക്കുറ്റി വരെ റോഡിന് ഇരുവശമുള്ള കാട് വെട്ടിത്തെളിച്ച് ശുചീകരണം നടത്തി. സണ്ണി വല്ലാട്ട്, സന്തോഷ് തോട്ടം, ജോബി കരിച്ചിറ, സജി കോടത്തൂർ എന്നിവർ സംസാരിച്ചു. നെഹ്റു യുവകേന്ദ്ര കണ്ണൂരിന്റെയും തണൽ സാംസ്കാരിക വേദി പാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഗാന്ധിജയന്തി ദിനാഘോഷവും ചിത്രപ്രദർശനവും പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഗാന്ധി ജയന്തി ദിനാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് M കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. K അശോകൻ അധ്യക്ഷത വഹിച്ചു. നല്ല നിലയിലേക്ക് മുന്നോട്ടേക്ക് പോകുന്നതിനു വേണ്ടി വെളിച്ചം തരുന്ന P സുനിൽ സ്വാഗതം പറഞ്ഞു. PC നാരായണൻ മുഖ്യപ്രഭാഷകനായിരുന്നു. ഇതിനോടനുബന്ധിച്ച് നടന്ന ചിത്രപ്രദർശനം V ഷാജി ഉദ്ഘാടനം ചെയ്തു. T രാജഗോപാലൻ, V രാജു, KK ഗോവിന്ദൻ, KC ടോമി, ഷിനോയ് കുമാർ, ഷാജു KC, KK അജയൻ എന്നിവർ സംസാരിച്ചു. ഒരിക്കൽ കൂടി ആസിയാൻ കരാറിനെതിരെ ജനലക്ഷങ്ങളെ അണിനിരത്തി CPM മനുഷ്യച്ചങ്ങല. പേരാവൂർ നെടുമ്പൊയിലിൽ ലോറിക്കും വൈദ്യുതി തൂണിനുമിടയിൽപ്പെട്ട് ലോറി ക്ലീനർ മരിച്ചു. മരിച്ചത് മലപ്പുറം വണ്ടൂർ സ്വദേശി നീലകണ്ഠൻ. ഗാന്ധിജിയുടെ ഓർമ്മകളിൽ രാജ്യം, നാടെങ്ങും വിവിധ പരിപാടികൾ. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.